വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമ്മൾ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ബേസിക് ലെവലിൽ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒന്നാണ്, ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് മെത്തേഡും ഉണ്ടാവും പ്രോപ്പർട്ടീസും ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് കോൺസ്റ്റ് പേഴ്സൺ ഈക്വൽ ടു പിന്നെ കേളി ബ്രേസ് ഉപയോഗിച്ചത് കീ വാല്യൂ പേഴ്സിനെ കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ ഡാറ്റ ടൈപ്പ് ഏത് ഡാറ്റ ടൈപ്പ് ആണോ അതിനനുസരിച്ച് കോട്ട് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. ഇവിടെ സ്ട്രിംഗ് ആണ്. ഫസ്റ്റ് നെയിം എന്നുള്ള കീക്ക് സ്ട്രിംഗ് ജോൺ ആണ്. ലാസ്റ്റ് നെയിം ഡോ എന്ന സ്ട്രിംഗ് ആണ്. ഏജ് എന്നുള്ള നമ്പർ ആണ്, അതുകൊണ്ട് കോട്ടില്ല. പിന്നെ അടുത്തത് ഇതിലുള്ള ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണ്. ഇനി ഒരു മെത്തേഡ് ആണ് ഗ്രീറ്റ് ഈക്വൽ ടു ഫംഗ്ഷൻ. എന്നിട്ട് ആ ഫംഗ്ഷന്റെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു കൺസോൾ ഡോട്ട് ലോഗ് ഹലോ മൈ നെയിം ഈസ് എന്നുള്ളത് ജസ്റ്റ് ഫസ്റ്റ് നെയിം കൊടുക്കാതെ ദിസ് ഡോട്ട് ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട് ആ വേരിയബിളിന്റെ അവിടെ. പിന്നെ അതേപോലെ ലാസ്റ്റ് നെയിം സ്പേസ് ഇട്ടിട്ട് കണ്ടോ ലാസ്റ്റ് നെയിം കൊടുക്കുക ദിസ് ഡോട്ട് ലാസ്റ്റ് നെയിം. അവിടെ ദിസ് എന്ന് പറഞ്ഞ ആക്സസ് ഇതിലുള്ള ഫസ്റ്റ് നെയിം, അതായത് ഈ ഒരു ഫംഗ്ഷൻ എവിടെയാണുള്ളത് അതിന്റെ കണ്ടെക്സ്റ്റ്, ഈ ഫംഗ്ഷൻ നിൽക്കുന്നിടത്തുള്ള ഈ ഫംഗ്ഷൻ എവിടെയാണ് നിൽക്കുന്നത്, ഈ പേഴ്സൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലാണ്. അപ്പൊ ആ ഒബ്ജക്റ്റിലുള്ള ഫസ്റ്റ് നെയിമും ആ ഒബ്ജക്റ്റിലുള്ള ലാസ്റ്റ് നെയിമും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അതിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? പ്രോപ്പർട്ടി ആക്സസ് ചെയ്യുമ്പോൾ പേഴ്സൺ ഡോട്ട് ഫസ്റ്റ് നെയിം. ഇനി ആ ഒരു മെത്തേഡാണ് ആക്സസ് ചെയ്യുന്നില്ല പേഴ്സൺ ഡോട്ട് ഗ്രീറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ഹലോ മൈ നെയിം ഈസ് ജോൺ ഡോ എന്നായിരിക്കും അതിന്റെ റിസൾട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മൾ ഒബ്ജക്റ്റിൽ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ഇൻ ലൂപ്പാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഫോർ ഇൻ എന്നുള്ള ലൂപ്പാണ് ഉപയോഗിക്കുക. വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ മെത്തേഡിന്റെ പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഒരു കാർ, ബ്രാൻഡ്, മോഡൽ, ഇയർ, ഇതൊക്കെ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ആണ്. സ്റ്റാർട്ട് എന്ന് പറയുന്നത് മെത്തേഡാണ്, ഫംഗ്ഷൻ. അപ്പൊ ആ സ്റ്റാർട്ട് നമുക്ക് അതേപോലെ ഫംഗ്ഷൻ ആയിട്ട് വിളിക്കാൻ പറ്റും. ഇനി ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻബിൽറ്റ് ഫങ്ഷനാലിറ്റീസ് ഏതൊക്കെയാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഇൻബിൽറ്റ് ഫങ്ഷനാലിറ്റീസ് നോക്കാം. ഇവിടെ എനിക്ക് പേഴ്സൺ എന്നൊരു ഒബ്ജക്റ്റ് ഉണ്ട് വീണ്ടും. അപ്പൊ അതിന്റെ ഓരോ കീസും നിങ്ങൾക്ക് ഒരു അറേ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്ട് ഡോട്ട് കീസ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓ ക്യാപ്സ് ആണ്, ഒബ്ജക്ട് ഡോട്ട് കീസ് ഓഫ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം പേഴ്സൺ. അപ്പൊ എന്ത് കിട്ടും? ഒരു അറേ ആയിട്ട് അതിന്റെ എല്ലാ കീസും കിട്ടും. അപ്പൊ കൺസോളിലോ കീസ് പ്രിന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു അറേ ഓഫ് എന്താണ് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ഇതൊക്കെയാണ് അതിന്റെ കീസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതേപോലെ തന്നെ ഒബ്ജക്ട് ഡോട്ട് വാല്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ വാല്യൂസ് ആയിരിക്കും നമുക്ക് അറേയിൽ കിട്ടുക. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ വരും. അപ്പോൾ വാല്യൂസ് എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡോട്ട് വാല്യൂസ് ഓഫ് പേഴ്സൺ. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന ഒരു തിയറി കൺസെപ്റ്റുകളൊക്കെ ഇതിനനുസരിച്ച് എവിടെയാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ആയി വരണം. നമ്മൾ ഓരോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ റിയലിസ്റ്റിക്കലി നമ്മൾ തിങ്ക് ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് യൂസർ തന്നിട്ട് അതിൽ എല്ലാ കീസ് എന്തൊക്കെ ഉണ്ടെന്നുള്ള കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു കീസ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതേപോലെ ഇതൊരു വാല്യൂസ് ആണ്. ഒബ്ജക്ട് ഡോട്ട് വാല്യൂസ് ഓഫ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ജോൺ ഡു 30, ഇത്രയാണ് നമുക്കൊരു അറേ ആയിട്ട് കിട്ടുന്നത്. ഇനി ഒബ്ജക്ട് ഡോട്ട് എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ എൻട്രീസും അറേ ആയിട്ട്, എന്നിട്ട് മെയിൻ ഒരു അറേന്റെ ഉള്ളിൽ, അതായത് ഒരു അറേ ആയിരിക്കും അതിന്റെ റിസൾട്ട്. അതിൽ ഓരോ എൻട്രീസിനും ഓരോ അറേ ഉണ്ടാവും. അതായത് ഫസ്റ്റ് നെയിം, അതിൽ ഫസ്റ്റ് കീ എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം ആയിരിക്കും. സെക്കൻഡ് കീ എന്ന് പറഞ്ഞാൽ എന്റെ വാല്യൂ ജോൺ. സെക്കൻഡ് ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന കീ അതിന്റെ വാല്യൂ ഡോ. പിന്നെ അതേപോലെ തേർഡ് വൺ ഏജ് 30. അപ്പോൾ അറേന്റെ ഉള്ളിൽ അറേ ആയിട്ട് ഒബ്ജക്ട് ഡോട്ട് എൻട്രീസ് എന്ന് പറഞ്ഞിട്ട്